നടനും എം എൽ എ ആയിട്ടുള്ള മുകേഷ് തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം സോഷ്യൽ മീഡിയയിലൂടെ ഒരു പോസ്റ്റ് ഭയങ്കരമായിട്ട് വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളത് കണ്ടിരുന്നെങ്കിൽ ഞാൻ വായിച്ച് ഏൽപ്പിച്ചു തരാം. പ്രതികൂല സാഹചര്യത്തിലും ഇടതുപക്ഷത്തെ നെഞ്ചോട് ചേർത്ത് നിർത്തിയ കൊല്ലത്തെ പ്രിയപ്പെട്ടവർക്ക് നന്ദി എന്നുള്ള രീതിയിലാണ് മുകേഷ് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ പ്രതികൂല സാഹചര്യമാണ് മുകേഷിന്റെ വലതുപക്ഷത്ത് നിൽക്കുന്നത് എന്നുള്ളതാണ് കമന്റ് ബോക്സിൽ വരുന്ന ഓരോ കമന്റും. ഇപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. കേരളത്തിലായാലും കേന്ദ്രത്തിലായാലും തുടർച്ചയായി സർക്കാരുകൾ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിണറായി വിജയനായാലും നരേന്ദ്രമോദി. 10 വർഷത്തിന് ശേഷം നരേന്ദ്രമോദി ഇലക്ഷൻ നേരിടുന്നു. 240 സീറ്റ്, അതായത് രാജ്യത്തെ ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ള രീതിയിൽ 10 വർഷം ഭരിച്ചിട്ടും 240 സീറ്റുമായിട്ട് അവർ വീണ്ടും അധികാരത്തിൽ വരുന്നു. NDA സഖ്യം 293 സീറ്റ് നേടുന്നു. 10 വർഷം ഭരിച്ചിട്ടും വീണ്ടും അവർക്ക് ഭരിക്കാൻ പറ്റുന്നൊരവസ്ഥ ഉണ്ടാവുന്നു. രാജ്യത്ത് നെഹ്റുവിന് ശേഷം നരേന്ദ്രമോദി ചരിത്രത്തിൽ ഇടം പിടിക്കുന്നു. ഇനി 400 സീറ്റ് എന്നൊക്കെ ഉള്ള അവരുടെ ഒരു അവകാശവാദം ഉണ്ടായിരുന്നു, ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അതെല്ലാം തകർന്നടിയുന്നത് നമുക്ക് കാണാം. പക്ഷെ 10 വർഷം ഭരിച്ചിട്ടും സർക്കാർ രൂപീകരിക്കാൻ നരേന്ദ്രമോദിക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളത് കൃത്യമായി നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ രാജ്യത്തെ പ്രതിപക്ഷത്തെ പറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 10 വർഷം പ്രതിപക്ഷത്തിരുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. രാഹുൽ ഗാന്ധി രാജ്യം മുഴുവൻ ഭാരത് ജോഡോ യാത്രയുമായി നടന്നു. എന്നിട്ടും അവർക്ക് കിട്ടുന്നത് 99 സീറ്റാണ്. അതിൽ 18 കേരളത്തിൽ നിന്നാണ് എന്നുകൂടി നമ്മൾ ആലോചിക്കുക. തുടർച്ചയായി ഒരു പാർട്ടി ഭരിച്ചിട്ടും അതിൽ നിന്നും മുതലെടുപ്പ് നടത്താതെ, അതിൻ്റെ ആനുകൂല്യം പറ്റാതെ, അധികാരത്തിലേക്ക് വരാതെ 99 സീറ്റുമായിട്ട് നിൽക്കുന്ന കോൺഗ്രസിന് നിങ്ങൾക്ക് കാണാൻ പറ്റും. ബാക്കിയുള്ള പാർട്ടികളെല്ലാം കൂടെ ചേരുമ്പോഴാണ് 220 സീറ്റിലേക്ക് പ്രതിപക്ഷ സഖ്യം വരുന്നത്. ഏകകക്ഷി എന്നുള്ള രീതിയിൽ BJP 240 സീറ്റ് പിടിക്കുമ്പോൾ കോൺഗ്രസ് 99 മാത്രം നിൽക്കുകയാണ് എന്നുള്ളത് കൂടി ആലോചിക്കുക. അതേസമയം കേരളത്തിലേക്ക് വരാൻ നേരത്ത് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, കേരളത്തിലെ ഭരണവർഗ പാർട്ടി ഒരു സീറ്റിലേക്ക് ഒതുങ്ങുന്നു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എല്ലാ തരത്തിലും ആനുകൂല്യം ഉണ്ടായിരുന്നു, ഭരണം ഉണ്ടായിരുന്നു, പോലീസ് സംവിധാനം ഉണ്ടായിരുന്നു, ഇന്റലിജൻസ് സംവിധാനം ഉണ്ടായിരുന്നു, കേഡർ പാർട്ടി ഉണ്ടായിരുന്നു, സജീവം നിൽക്കുന്ന പ്രവർത്തകരുണ്ടായിരുന്നു. എന്നിട്ട് പോലും ഇടതുപക്ഷം BJPയോടൊപ്പം ഒന്ന് എന്നുള്ള രീതി നിൽക്കുന്നു. പലരും പറയാറുണ്ടായിരുന്നു സൗത്ത് ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ താമര വിരിയില്ല എന്ന് പറയുന്നത്. ആ താമരയ്ക്ക് കിട്ടിയത് ഒരു സീറ്റാണെന്നുണ്ടെങ്കിൽ ഇവിടെ കേരളം ഭരിക്കുന്ന പാർട്ടിയായിട്ടുള്ള ഇടതുപക്ഷത്തിനും കിട്ടുന്നതും ഒരേ സീറ്റാണ്. കേരളത്തിൽ പ്രതിപക്ഷം സ്കോർ ചെയ്തേം കാണാം. 18 സീറ്റിലേക്ക് അവരെത്തുന്നു. തുടർച്ചയായ 2 ടൈമിൽ പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടിയാണ് കേരളത്തിൽ കോൺഗ്രസ്. എന്നിട്ട് പോലും ഒരു പാർലമെന്റ് ഇലക്ഷൻ വരാൻ നേരത്ത് സ്കോർ ചെയ്യുന്നു. തുടർച്ചയായ 2 ടൈമിൽ പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. അവർക്ക് 99 സീറ്റിൽ മാത്രം ഒതുങ്ങുന്നു. തുടർച്ചയായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയാണ് കേന്ദ്രത്തിൽ നരേന്ദ്രമോദി. അവർ 240 സീറ്റുമായിട്ട് 1990 ശേഷം 240 സീറ്റൊന്നും ഒരു പാർട്ടിയും നേടിയിട്ടില്ല. 10 വർഷം ഭരിച്ചിട്ടും നരേന്ദ്രമോദിക്ക് 240 സീറ്റോടെ അവർ തുടർ ഭരണത്തിലേക്ക് പോകുന്നു. കേരളത്തിൽ 7.5 വർഷം മാത്രം ഭരിച്ചപ്പോഴത്തേന് അവർക്ക് തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ പോലും പറ്റാത്ത രീതിയിലേക്ക് ഒന്നുള്ള രീതിയിൽ BJPയും CPM എന്നുള്ള രീതിയിൽ നിൽക്കുന്നു. തകർന്നടിയുന്നൊരവസ്ഥ. ഇതിൻ്റെ എല്ലാം കാരണം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. കേരളത്തിലെ മുഖ്യമന്ത്രിയോട് ജനങ്ങൾക്ക് ഭയങ്കര സ്നേഹമാണ്. ധാർഷ്ട്യം എന്ന് പറയുന്ന സാധനം മുഖ്യമന്ത്രിക്കില്ല. അഹങ്കാരം എന്ന് പറയുന്ന സാധനം മുഖ്യമന്ത്രിക്കില്ല. ഈ ജനാധിപത്യം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ആ സംഭവം എന്താണെന്ന് മുഖ്യമന്ത്രിക്ക് നന്നായി അറിയാം എന്നെനിക്ക് തോന്നുന്നു. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് കേരളത്തിൽ BJP 1, LDF 1, UDF 18 എന്നുള്ള രീതിയിലേക്ക് എത്തുന്നത്. കേന്ദ്രത്തിലും കേരളത്തിലും തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ, തുടർ ഭരണത്തിൽ നിൽക്കുന്ന സർക്കാരുകളെ ഒന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ കൃത്യമാണെന്ന് എനിക്ക് തോന്നുന്നു. മുകേഷ് ട്രോൾ ചെയ്താണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. എന്തായാലും പ്രതികൂല സാഹചര്യം എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. ആദ്യമായിട്ട് പേജ് കാണുന്നു, ഫോളോ ചെയ്യുന്നതിന്